വെൽക്കം ടു ഹെൽത്ത് സ്പേസ്. റൈസ് യുവർ സെൽഫ് ബിഫോർ യു റൈസ് യുവർ ചൈൽഡ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയിരുന്നതാണ് പാരൻ്റൽ ടൈപ്സിനെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. കുറച്ച് പേരെങ്കിലും ഇപ്പോൾ പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അത് ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് വേണ്ട അടുത്ത റീലിലേക്ക് പോകാമെന്നുള്ളൊരു തോന്നലിലേക്ക് വന്നിട്ടുണ്ടാവാം. അതിനു മുമ്പ് ഒരു നിമിഷം ഇതൊന്ന് കേൾക്കൂ. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിൽ ഏത് തരത്തിലുള്ള പാരൻ്റ് ആണെന്നെങ്കിലും അറിയാമല്ലോ. നമുക്കൊരു പുനർവിചിന്തനം നമ്മളെക്കുറിച്ച് തന്നെ ചെയ്യാം. നമ്മൾ നല്ലൊരു പാരൻ്റ് ആണോ, അല്ലെങ്കിൽ നമ്മളിതിൽ ഏത് ടൈപ്പിലാണ് പെടുന്നത് എന്നുള്ളതെങ്കിലും നമുക്കറിയാൻ പറ്റും ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ. തീർച്ചയായും ഈ ഒരു എപ്പിസോഡ് നിങ്ങളെ അതിന് സഹായിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പാരൻറ്റിങ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ്. 4 തരത്തിലുള്ള സ്റ്റൈലാണ് ആക്ച്വലി പാരൻറ്റിങ്ങിന് ഉള്ളത്. ആദ്യത്തേത് അതോറിറ്റേറിയൻ ടൈപ്പാണ്. അതായത് ഏകാധിപത്യത്തോടു കൂടിയുള്ള അതായത് ഏകാധിപത്യത്തോടുള്ളൊരു പാരൻറ്റിങ്. അത് കേൾക്കുമ്പോൾ തന്നെ, ഏകാധിപത്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ചില പേരുകൾ നമുക്ക് ഓടി വരും. ഹിറ്റ്ലർ അല്ലേ, ചിലരുടെയെങ്കിലും മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ഹിറ്റ്ലർ എന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ടായിരിക്കും. പിന്നെ നമ്മളൊരു സ്വാഭാവിക, അതല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാളെക്കുറിച്ച്, അല്ലെങ്കിൽ സിനിമകളിൽ കണ്ടിട്ടുള്ളതെന്ന് പറയാനായിട്ടാണെങ്കിൽ ഹിറ്റ്ലർ, ആ ഒരു ചേട്ടൻ എങ്ങനെയാണ് സഹോദരിമാരെ വളർത്തിയതെന്നുള്ളത് ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ സ്ഫടികത്തിലെ ചാക്കോ മാഷിനെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരിക, ഇല്ലേ? എങ്ങനെയാണ് മകനെ അത്ര അതോറിറ്റേറിയൻ ആയിട്ട് വളർത്തി എന്നുള്ളതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളിലൂടെ നിങ്ങളെ മനസ്സിലാക്കി തരികയാണ് ഞാൻ ചെയ്തത്. ഇവിടെ അവരൊക്കെ എന്താണ് ചെയ്തത്? ഒരു സ്ട്രിക്റ്റ് റൂൾ അല്ലേ, ഭയങ്കരമായിട്ടൊരു സ്ട്രിക്റ്റ് റൂളാണ് അവർ ഫോളോ ചെയ്തിട്ടുള്ളത്. ആ വീടുകളിൽ ഒരു സ്ട്രിക്റ്റ് റൂൾ, അതായത് പാരൻസ്, അത് ഒന്നുകിൽ ഒരു പാരൻ്റ് അല്ലെങ്കിൽ ഒരു അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ, ഇതിലേതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ 2 പേരുമോ ഒരു സ്ട്രിക്റ്റ് റൂൾസിൽ കൂടെ ആയിരിക്കാം മക്കളെ വളർത്തിക്കൊണ്ട് പോവുക. പിന്നെ ഉള്ളത് എന്താണ്? ഹൈ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. നമ്മുടെ കുട്ടികളെക്കുറിച്ച് വളരെ ഭയങ്കരമായിട്ടുള്ളൊരു ഹൈ എക്സ്പെക്റ്റേഷനിൽ വളർത്തും. ഹൈ ഒബീഡിയൻസ്, അതായത് ഒരുപാട് അവർ നമ്മളെല്ലാം പറഞ്ഞാൽ അനുസരിക്കണം. അവർ ഭയങ്കര അനുസരണമുള്ളൊരു കുട്ടിയാണ്. ഭയങ്കര ഡിസിപ്ലിനായിട്ട് വളർത്തണം, അല്ലെങ്കിൽ ഭയങ്കര കൺട്രോൾഡായിട്ട് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വച്ച് വളർത്തുന്ന കുട്ടികൾ, അങ്ങനെ വളർത്തുന്ന പാരൻറ്റിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് അതോറിറ്റേറിയൻ പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ വളരുന്ന കുട്ടികൾക്കുണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആലോചിക്കാം. അവർക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അവർക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അവർ എപ്പോഴും നമുക്ക് എന്താലോചിക്കുമ്പോഴും അവരുടെ ശിക്ഷകളെക്കുറിച്ച് ആലോചിക്കും, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഏതാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാതിരുതാത്തത് എന്നുള്ളത് ഒരു അരുതുകളിലേക്ക് മാത്രം വളരുന്ന ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ അവനൊരു ഭയങ്കര കോൺഫിഡൻസ് ലാക്ക് ചെയ്യും അവന്. പിന്നെയോ ഡിസിഷൻ മേക്കിംഗ് പവർ വളരെ കുറവായിരിക്കും. ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് അവന് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. ഞാൻ എന്ത് ഡിസിഷനാണ് എടുക്കുക, എന്ത് ഡിസിഷൻ എടുത്താലാണ് എൻ്റെ പാരൻസിന് എന്നെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഏത് ഡിസിഷൻ ആയിരിക്കാം എനിക്ക് നല്ലത്. ചിലപ്പോൾ അത് അച്ഛനും അമ്മയോടും തുറന്ന് സംസാരിക്കാൻ പോലും അവന് പേടിയായിരിക്കാം. പിന്നെ അവൻ്റെ എക്സ്പ്രഷൻ, അവൻ്റെ ഫീലിങ്സും അവൻ്റെ തോട്ട്സും എക്സ്പ്രസ് ചെയ്യാൻ അവൻ വളരെ പിന്നോട്ടായിരിക്കും. സോഷ്യൽ സ്കിൽസ് ഉണ്ടാവാൻ വളരെ വിരളമായിരിക്കാം. സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് അവന് വളരെ, കാരണം അവന് തന്നെ അറിയില്ല എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളോട് എങ്ങനെയാണ് ഇടപഴകേണ്ടതെന്നുള്ള ഒരു സോഷ്യൽ സ്കിൽസും അവന് കുറവായിരിക്കാം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, ആ കുട്ടിയുടെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്കാണ് കുട്ടി പോകുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ വളരുന്ന കുട്ടികൾ ഒരുപക്ഷെ ഒരു ഒരു നേർരേഖയിൽ കൂടെ ജീവിച്ചു എന്ന് വരാം. പക്ഷേ അതിൻ്റെ മറ്റൊരു വശം കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ ഒരുപക്ഷെ എല്ലാ നോംസുകളെയും അവന് ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു റിബലിയനായിട്ട് ജീവിക്കാനുള്ള ഒരു തോട്ട് അവൻ്റെ മനസ്സിലേക്ക് വരും. കാരണം ഇതിനെയൊക്കെ എനിക്കൊന്ന് തച്ചുടയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സ്വാതന്ത്ര്യം, ഭയങ്കര ഒരു സ്വാതന്ത്ര്യം എനിക്ക് വേണമെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഭയങ്കര ഒരു ശക്തമായ ഒരു ആഗ്രഹമുണ്ടാകും. എനിക്കിങ്ങനെ ചിലർ ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ്റെ പിയർ ഗ്രൂപ്പ്സിൽ പോകുമ്പോൾ അവർ ഭയങ്കര ലാഘവത്തോട് ജീവിക്കുമ്പോൾ ഞാൻ മാത്രം എങ്ങനെ ഇത്ര സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിക്കും എന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ ഇതെല്ലാം ബ്രേക്ക് ചെയ്യാൻ അവനൊരു അഭിനിവേശം അവനിലുണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ ഒരു സോഷ്യൽ ക്രൈംസിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു സോഷ്യൽ ഈവിൾ ആക്റ്റിലേക്ക് പോകാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഇങ്ങനത്തെ കുട്ടികളിൽ വളരെ കൂടുതലാണ്. ആ ഒരു അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് ആണോ നമ്മൾ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം.
ഇങ്ങനെയാണോ എൻ്റെ പാരൻറ്റിങ് എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമാണിത്. അതാണ് ആദ്യത്തെ ടൈപ്പ്, അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്. അടുത്ത ടൈപ്പ് പെർമിസീവ് പാരൻറ്റിങ്. ഇതിലുള്ളൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അവരെന്ത് ചെയ്തിരുന്നാലും അവർക്ക് ആവശ്യത്തിലധികം സ്വാതന്ത്ര്യവും അവരുടെ ഇഷ്ടത്തിന് അവരുടെ വാശികളും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ അവരെ അങ്ങ് വിട്ടുകൊടുക്കുക ചെയ്യണം. അവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അവർക്ക് ഓവർ ഫ്രീഡം, അല്ലെങ്കിൽ അവരുടെ ഒരു ലവ്, അഫെക്ഷൻ, ഒരു ഗൈഡൻസും ഇല്ലാതെ അവരെ നമ്മൾ വളർത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ വളരുന്ന കുട്ടികളിൽ എന്തായിരിക്കും അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എങ്ങനെ വളരണമെന്നറിയില്ല. ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് അവർക്കൊരു ചലഞ്ചസ് ലൈഫിൽ വരുമ്പോഴത്തേക്കും ഒരു സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു എങ്ങനെ മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് അറിയാതെ ചിട്ടയായ ഒരു ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് നയിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും കുട്ടികൾ. കാരണം അവരുടെ ഇഷ്ടത്തിനാണല്ലോ വളരുന്നത്. അപ്പോൾ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം, അവർക്ക് എവിടെയാണ് അവരുടെ ബൗണ്ടറീസ് വെക്കേണ്ടതെന്നറിയില്ല. അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ, അതായത് പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും അവർക്കെതിരായിട്ടൊരു നോ പറയുമ്പോഴത്തേക്കും അതൊക്കെ അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. അതൊക്കെ തരണം ചെയ്ത് ജീവിതത്തിന് മുന്നോട്ട് പോകാൻ എന്തുകൊണ്ടായിരിക്കും അവർ എന്നിലൊരു നോ പറയുന്നതെന്നൊക്കെ ഉള്ളൊരു ഭയങ്കരമായൊരു ഒരു എന്താ പറയുക, അവർക്കൊരു ഭയങ്കര ഈഗോയിസ്റ്റിക് മൈൻഡ് ഉണ്ടാവും. അവരെന്നോട് എന്തിനാണ് ഒരു നോ പറഞ്ഞത്, എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിക്കുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാനും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കുട്ടികളാണ്. കാരണം അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയിട്ടില്ല. അവരുടെ ഒരു ഫുൾ ഫ്രീഡത്തിൽ വളരുന്നത് കൊണ്ട് അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസും കിട്ടാത്തത് കൊണ്ട് ഇങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജിലേക്ക് പോവും. ഈ പെർമിസീവ് പാരൻറ്റിങ് തുടർന്നുകൊണ്ടിരുന്നാൽ ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി മൂന്നാമത്തെ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്. അതായത് ഉത്തരവാദിത്വത്തോടെ അല്ലെങ്കിൽ ഒരു അച്ചടക്ക ബോധത്തോടെയുള്ള ഒരു പാരൻറ്റിങ് ആണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബാലൻസിങ് ഓഫ് നർച്ചറിങ്, അതായത് കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നുള്ളൊരു സ്വാഭാവികതയിലേക്ക് പോകുന്ന ഒരു പാരൻറ്റിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അതായത് അവർക്കൊരു പ്രോപ്പർ റൂൾസ് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് ക്ലിയർ, വെരി ക്ലിയർ ആണ്. അവരുടെ റൂൾ എന്തിനാണ് വെച്ചിരിക്കുന്നത്, വെരി ക്ലിയർ ആയിട്ടുള്ളൊരു റൂളാണ് അവിടെ. പിന്നെ ഒരു ക്ലിയർ എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഒരു ക്ലിയർ ഡിസിപ്ലിനും ഉണ്ട്. അവിടെ നമ്മളിപ്പോൾ ഒരു നോ പറയുമ്പോഴും എന്തിനാണൊരു നോ, എന്തിനാണൊരു യെസ്, ഇതെല്ലാം ഒരു വ്യക്തമായ ഒരു ധാരണയിൽ കൂടെ പോകുന്ന ഒരു പാരൻറ്റിംഗ് ആണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഒരു നിയന്ത്രിതമായ ഒരു സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു പാരൻറ്റിംഗ് ആണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ തേർഡ് ടൈപ്പ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരുന്ന കുട്ടികളുടെ ഒരു അഡ്വാൻറ്റേജ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ആ കുട്ടികളെ എൻകറേജ് ടു എക്സ്പ്രസ് ദ ചിൽഡ്രൻസ് ഫീലിംഗ്, അവരുടെ ആ ഒരു ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഒക്കെ എൻകറേജ് ചെയ്യുകയാണ് പാരൻസ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അവരുടെ ഒപ്പീനിയൻസ് പറയാനും അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ വാലിഡേഷൻ അവിടെ നടക്കണം. അവരുടെ ഇമോഷൻ്റെ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിൻ്റെ വാലിഡേഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഒപ്പീനിയൻസിനൊരു വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആസ് എ പാരൻറ്റ് നമ്മൾ അവരുടെ ഒപ്പീനിയൻസിനൊക്കെ ഒരു വാല്യൂ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂസും ഈ ഒപ്പീനിയനും ഒക്കെ നമ്മൾ എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുക? ത്രൂ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ്. അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആശങ്കകളെ അല്ലെങ്കിൽ ചോദ്യങ്ങളിലൂടെ, നമ്മളുടെ കുറേ കുഞ്ഞു ചോദ്യങ്ങളിലൂടെ അവരുടെ ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഗൈഡൻസിൽ കൂടെ, ഒരു ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു പാരൻറ്റിങ്ങിലൂടെ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും. നല്ലൊരു ഇൻഡിവിജ്വലായിട്ട്, അതായത് ഇൻഡിവിജ്വലായിട്ട് നമുക്കൊരു കുട്ടിയെ വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അവന് വളർന്നു വരാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റി ടൈം വിത്ത് ചിൽഡ്രൻ. നമ്മൾ കുട്ടികളോട് ചിലപ്പോൾ നമ്മൾ പാരൻസിനോട് ചോദിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം കുട്ടികളോട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ക്വാളിറ്റി ടൈം വിത്ത് ചിൽഡ്രൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് ഒരു നിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തോടുകൂടി വളർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് മൂന്നാമത്തെ ടൈപ്പ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻവോൾവ്ഡ് പാരൻറ്റിങ് അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് പാരൻറ്റിങ്. ഇനി ആ പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആ പാരൻസ് എൻ്റെ സാഹചര്യം എന്തായിരിക്കാം?
ഒരു പക്ഷേ പാരൻറ്റ് ഒരുപാട് ജോലി തിരക്കുകൾ കൂടുതലുള്ള പാരൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലി ഇൽനെസ് ഉള്ള പാരൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അതായത് പണം ഉണ്ടാക്കുന്ന നെട്ടോട്ടത്തിലോടുന്ന പാരൻസ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം, അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം ഈ ഒരു അൺഇൻവോൾവ് പാരൻറ്റിങ്ങിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ഇത് തന്നെ ആവണമെന്നില്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇനി ഇത് സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കുട്ടികളെ പാടെ അവരുടെ ആവശ്യങ്ങളെയൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ എന്ത് സംഭവിക്കും? നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? ലാക്ക് ഓഫ് ഗൈഡൻസ് വരും. അവരെ നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവർക്കൊരു എന്താ പറയുക, അവരുടെ നമ്മുടെ ഒരു ബിസി ഷെഡ്യൂൾ കാരണം നമ്മൾക്ക് കുട്ടികളുടെ അവരുടെ വളർച്ച എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് പോകുന്നത്, ഏത് ദിശകളിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാനോ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇങ്ങനത്തെ കുട്ടികൾക്ക് അതായത് മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അഡിക്ഷൻ ആവാൻ ചാൻസസ് കൂടുതൽ ഇങ്ങനെ നെഗ്ലക്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണ്. കാരണം അവരുടെ ഒരു കാര്യത്തിനും ചിലപ്പോൾ ഒരു പാരൻറ്റ് ചിലപ്പോൾ അവനൊരു നല്ലൊരു ഓട്ട മത്സരത്തിന് പോയിരുന്നാൽ പോലും അവരെ ഒന്ന് സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് സമയമില്ല എന്ന് വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? സ്വാഭാവികമായും അവന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകാനും ഇങ്ങനെ അഡിക്ഷനിലേക്ക് തിരിയാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള കുട്ടികളുടെ ഏറ്റവും വലിയൊരു ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സെൽഫ് എസ്റ്റീം, അവർക്ക് ഒരിക്കലും ഒരു സെൽഫ് എസ്റ്റീമോ അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റിയോ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. അവർ ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. ഏതൊരു സാഹചര്യം വന്നാലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എവിടെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് അവർ ചിന്തിക്കാതെ തന്നെ പ്രവർത്തിക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ് ഇങ്ങനത്തെയുള്ള ഒരു പാരൻറ്റിംഗ് ഉള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. ഈ 4 ടൈപ്പ് കേട്ടതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലായി കാണുമായിരിക്കും നമ്മൾ ഇതിൽ ഏത് തരം പാരൻ്റ് ആണ് എന്നുള്ളതും, അല്ലെങ്കിൽ ഏത് തരം പാരൻ്റ് ആവരുത്, അല്ലെങ്കിൽ ഏത് തരം പാരൻ്റ് ആകണം എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. നല്ലൊരു പാരൻറ്റിങ്ങിലൂടെ നല്ലൊരു ജനതയെ എങ്ങനെ വാർത്തെടുക്കാമെന്ന് നമുക്ക് ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ ഫ്രം ഹെൽത്ത് സ്പേസ്.